നമസ്കാരം. ചിലരുടെ ജൽപ്പനങ്ങളെ നമ്മൾ കാർക്കിച്ചു തുപ്പുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതാണ്. പക്ഷേ ഒരിക്കൽ അഴിഞ്ഞു വീണ അവരുടെ മുഖംമൂടി പൊതുസമൂഹം മറന്നു എന്ന ധാരണയിൽ പുതിയ ചിലതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിസർജിക്കുമ്പോൾ ഇവരുടെ ഭൂതകാലം പൊതുസമൂഹത്തെ ഓർമ്മിപ്പിക്കുക എന്ന കടമ ചിലർക്കെങ്കിലുമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ കപട തസ്കരൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നത്. ഇത് ശ്രീചിത്രൻ MJ. ഇയാളെക്കുറിച്ച് ഒടുവിൽ ഞാൻ പറയാം. ഇപ്പോൾ ഈ തസ്കരനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ഗായിക KS ചിത്ര രാമക്ഷേത്രത്തിന് ആശംസ അറിയിച്ചതാണ്. ഉടനെ സമൂഹ മാധ്യമത്തിൽ ഇതിനെതിരെ വിസർജിച്ചു ഈ ശ്രീചിത്രൻ. അത് ഇങ്ങനെയാണ്. KS ചിത്ര തൻ്റെ രാമക്ഷേത്ര ആശംസ അവസാനിപ്പിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സൂക്തത്തിലാണ്. പ്രിയപ്പെട്ട വാനമ്പാടി, 5 തിരിയിട്ട ദീപങ്ങളുമായി താങ്കൾ സ്വാഗതം ചെയ്യുന്ന ഈ ജനുവരി 22 രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് മുമ്പൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. 1948 ഡിസംബറിൽ അവിടെ കുറച്ചുപേർ കടന്നുകയറി. അതിനകത്ത് ഒരു ബാലരാമ വിഗ്രഹം വച്ചു. ഭവതി പറഞ്ഞ സർവ്വചരാചരങ്ങളുടെയും സുഖമുണ്ടല്ലോ, അയോധ്യയിലെ മുസ്ലിങ്ങളുടെ സുഖം അന്ന് അവസാനിച്ചു. ക്രമേണ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും. 1992 ഡിസംബർ 6 സർവ്വചരാചരങ്ങളുടെയും സുഖത്തിനായി ഇന്ന് അമ്പലം പണിഞ്ഞവർ തന്നെ ആ പള്ളി കല്ലോട് കല്ല് തകർത്തു കളഞ്ഞു. അടുത്ത വർഷം മുതൽ ഇതേ സമസ്ത ലോക സുഖകാംക്ഷികൾ ഡിസംബർ 6 വിജയദിനമായി ആഘോഷിച്ചു. പിന്നീട് ഇന്ത്യയിൽ എണ്ണമറ്റ കൂട്ടക്കൊലകളുടെ ചരിത്രം പിറന്നു. ആ രക്തത്തിൽ കുതിർത്ത് ചുട്ടെടുത്ത കല്ലുകളാണ് പ്രിയപ്പെട്ട വാനമ്പാടി താങ്കൾ ദീപം തെളിയിച്ച സ്വാഗതമരുളുന്ന രാമക്ഷേത്രത്തിനുള്ളത്. എല്ലാ വാനമ്പാടിയുടെയും സംഗീതത്തിൽ താൻ പറക്കുന്ന ആകാശത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ലോകത്തെങ്ങും സംഗീതം തനിക്ക് ചുറ്റുമുള്ള ചരിത്രത്തിൻ്റെ അന്തരീക്ഷം തിരിച്ചറിയുന്ന വാനമ്പാടികളെ സൃഷ്ടിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ സംഗീത ലോകം താങ്കളെപ്പോലെ ചരിത്രശൂന്യമായ നാദങ്ങളെ ശൂന്യാകാശത്തിലെ വാനമ്പാടിയായി നിലനിർത്തുന്നു. സുഖതമല്ലാത്ത സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമസ്ത ലോക സുഖി മന്ത്രം പോലെ അസുഖകരമായ അപശ്രുതി മറ്റൊന്നുമില്ല. വാനമ്പാടി, ശ്രുതിയസൂയപ്പെടും ശ്രുതിയിൽ പാടുന്ന നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ഇതുവരെ കേട്ട ഏറ്റവും ഭീകരമായ അപശ്രുതിയിൽ അനുശോചനങ്ങൾ. ഇങ്ങനെയായിരുന്നു ഈ ശ്രീചിത്രൻ ഫേസ്ബുക്കിൽ വിസർജിച്ചത്. എന്തായാലും ഇന്ന് ഇതേക്കുറിച്ച് വീണ്ടും ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘികൾ അയാൾക്കെതിരെ അറ്റാക്ക് ആരംഭിച്ചത്രേ. ഇയാളുടെ ഇന്നത്തെ കുറിപ്പ് ഇങ്ങനെയാണ്. KS ചിത്രയുടെ രാമക്ഷേത്ര വീഡിയോയെക്കുറിച്ചും ബാബറി മസ്ജിദ് ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞതിന് സംഘികൾ മാസ് അറ്റാക്ക് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മണിക്കൂറിനിടയിൽ എൻ്റെ വിവിധ പോസ്റ്റുകളിലായി വന്നു നിറഞ്ഞത് 3500ഓളം തെറി കമൻറ്റുകളാണ്. ഈ പശ്ചാത്തലത്തിൽ എല്ലാ പോസ്റ്റുകളും ഫ്രണ്ട്സ് ഓൺലി ആക്കുകയാണ്. ഇവിടെ ഇതൊന്നും വലിയ ഇഷ്യൂ ഒന്നുമല്ല. ഇതിലും വലിയ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒന്നിച്ചു വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല. എന്നാലും ഇവരുടെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കുമ്പോൾ വലിയ സഹതാപമുണ്ട്. ചരിത്ര വസ്തുതകൾ പറഞ്ഞാൽ ആ പോസ്റ്റ് കൊണ്ടുപോയി ഇവരുടെ ഏതൊക്കെയോ അപ്പീഡൽ ഫാക്ടറി ഗ്രൂപ്പുകളിൽ ഇടുന്നു. അങ്ങനെ അവിടെ നിന്ന് കൂട്ടമായി കുറേ പ്രൊഫൈലുകൾ ഇറങ്ങി മത്സരിച്ച് കമൻ്റായി അപ്പിയിടുന്നു. ഇങ്ങനെ ചെയ്താൽ ഇത്രയും കാലം അവർക്കെതിരെ പ്രസംഗിച്ചും എഴുതിയും നടന്ന ഒരാൾക്ക് എന്തോ ഫീൽ ചെയ്യുമെന്ന്, ഇവരെ അങ്ങ് പേടിക്കുമെന്ന്, ഇനി എഴുത്തു നിർത്തിയേക്കും എന്ന് ഒക്കെ അങ്ങ് പ്രതീക്ഷിക്കുന്നു. എന്തൊരു ഭാവനാദരിദ്രമായ ജീവിതങ്ങൾ. ഇനി ആരാണ് ഈ ശ്രീചിത്രൻ എന്ന് നിങ്ങൾ മറന്നുപോയോ? മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. 6 കൊല്ലം മുൻപ്, അതായത് 2018 ഇടതുപക്ഷ സഹയാത്രികയും തൃശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപികയുമായ ദീപ നിശാന്ത് ഒരു കവിത പ്രസിദ്ധീകരിച്ചിരുന്നു. കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്നായിരുന്നു ആ കവിതയുടെ പേര്. ദിവസങ്ങൾക്കു ശേഷം S കലേഷ് എന്നൊരു യുവകവി രംഗത്തെത്തുന്നു. തൻ്റെ അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ നീ എന്ന കവിതയാണ് ദീപ നിശാന്ത് അടിച്ചുമാറ്റി പ്രസിദ്ധീകരിച്ചതത്രേ. പിടി വീണപ്പോൾ ദീപ നിശാന്ത് സത്യം പറഞ്ഞു. തൻ്റെ സുഹൃത്തായ MJ ശ്രീചിത്രൻ്റെ കവിതയാണിതെന്നും തൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കാൻ തന്നതാണെന്നുമായിരുന്നു കവിതക്കള്ളിയുടെ ന്യായീകരണം. മനസ്സിലായില്ലേ? മറ്റൊരുത്തൻ്റെ കവിത താൻ എഴുതിയതാണെന്ന് പറഞ്ഞ് കൂട്ടുകാരിയോ കാമുകിയോ സുഹൃത്തോ ആരുമാകട്ടെ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ആ ശ്രീചിത്രനാണ് ഈ ശ്രീചിത്രൻ. യഥാർത്ഥത്തിൽ ഇവനെപ്പോലെയുള്ളവരാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നത്. ഇവനെപ്പോലെയുള്ളവർക്ക് മറുപടി കൊടുക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല. ഒരു വാഴക്കുലയോ 10 അടക്കയോ മോഷ്ടിക്കുന്ന കള്ളനേക്കാൾ എത്രയോ താഴെയാണ് ശ്രീചിത്രൻ എന്ന ഈ പരമനികൃഷ്ടൻ്റെ ജന്മം എന്ന് തോന്നിപ്പോകുന്നു. ഇവനെപ്പോലെയുള്ളവരെ സമൂഹം തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം.